MJ അങ്കിളെ ഇനി ഒത്തിരി പേരുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. റിജ്വലൻ പ്രജ്വലൻ ഉജ്ജ്വലൻ. പക്ഷെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു ഉജ്ജ്വലനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. ഒരു ചേട്ടനാണ്. ഉഗ്രം പച്ച കളറാണല്ലോ. താങ്ക് യു. നല്ല കത്തുന്ന തിളങ്ങുന്ന പച്ചപ്പാൻ എന്തത്തെ പുന്നാര പൂമുത്താണ് ഈ വരുന്നത്. അവന്റെ മുഖത്തൊരു ഓറയുണ്ട്, ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. അവനത് പ്രത്യേകതയാണ്. അപ്പൊ അവന് ഒരുപാട് വലിയൊരു ഫ്യൂച്ചറുള്ള ഒരു വ്യക്തിയായിട്ട് വളരുന്നുള്ളതിനെ പറ്റി ഒരു സംശയവും അങ്കിളിനില്ല. സംശയമില്ലാത്ത കാര്യമാണ്. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഓറ കാണാൻ പറ്റുന്നുണ്ടോ? അന്ന് സൂക്ഷിച്ചു നോക്കി ആ ഓറ കണ്ടുകൊണ്ടാണ് മധുബാലകൃഷ്ണ വിളിച്ചത്. ഹലോ, നമുക്ക് ആ പാട്ട് പാടണ്ടേ? അങ്ങനെ വിളിച്ചതാണല്ലേ? മ്യൂസിക് കേട്ടു അതിന്റെ ഇടയില്. ആര്യ ചേച്ചിക്ക് എനിക്കുണ്ടോ MJ അങ്കിൾ? ഞങ്ങൾക്കുണ്ടോ? വരുമായിരിക്കും. വേണ്ട, മ്യൂസിക് വേണ്ട കേട്ടോ. ഋജുല, എന്തോ പാട്ടേത്? തൈപ്പൂയ കാവടിയാട്ടം. തങ്കമയിൽ പീലിയാട്ടം അല്ലേ? എഴുതിയത് ശ്രീമാനന്ദമൈ സാർ, മ്യൂസിക് ദക്ഷിണാമൂർത്തി സാറ്, സിനിമ കണ്ണൂർ ഡിലക്സ്, പാടിയത് യേശുദാസ് സാറ്. ഈ കണ്ണൂർ ഡിലക്സ് എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ മുഴുവൻ. അത് ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ. അത് ആ രീതിയിൽ രസമുള്ളതാണ്. അതില് ബെസ്റ്റ് പാട്ടുകളുണ്ട്. ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്ന 2 പാട്ടുകൾ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടണേ. തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം, മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം, മാരമഹോത്സവത്തിൻ തേരോട്ടം. തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം, മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം, മാരമഹോത്സവത്തിൻ തേരോട്ടം. റുജൽ കുട്ടാ, എന്തോ നന്നായിരുന്നു പാടിയത്, ഉഗ്രനായിരുന്നു, വളരെ നന്നായിരുന്നു കുട്ടി. ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ തോന്നി, എന്നാൽ ചില ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പാടി കേട്ടാ. പ്രശ്നങ്ങളുണ്ടായ ഭാഗം മാരമഹോത്സവത്തിൽ തേരോട്ടം, ഫസ്റ്റ് പല്ലവിയില് മാരമഹോത്സവത്തിൻ തേരോട്ടം തേരോട്ടം. അത് ആദ്യത്തെ തവണ കുറച്ച് സ്ലിപ്പായി കേട്ടാ.
പിന്നെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ നന്നായിരുന്നു. കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി ചേർന്നില്ല ശ്രുതി. പിന്നെ അന്നം പോൽ നടന്നു പോകും അഭിരാമി ശ്രുതി ചേർന്നില്ല. പിന്നെ എനിക്ക് മോഹമായി ശ്രുതി ചേർന്നില്ല. അതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ നല്ലതാണ്. പാട്ടിന് സെലക്ഷൻ വളരെ നല്ലതാണ്. എനിക്കിഷ്ടമായി പാടിയത്. പക്ഷേ കുട്ടൻ ഇഷ്ടായോ? കുട്ടന്റെ പാട്ട് എത്ര ഇഷ്ടപ്പെട്ടു? അധികം ഇഷ്ടപ്പെട്ടു. എത്ര അധികം? കുറെ അധികം. കൊറേ? എത്ര കൊറേ? കുറെ കുറെ അത്രേ കൊറേ 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 ഇഷ്ടപ്പെട്ടല്ലേ? അങ്കിളിന് കുറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് റുജ്വൽ കുട്ടന് സംശയമുണ്ടോ? ഇല്ല, എനിക്ക് സംശയമില്ല കേട്ടോ. ഇതിലൊരു സംഭവം അവിടെ മുരളിയണ്ണൻ ഇരിക്കണ. മുരളിയണ്ണന്റെ മുമ്പിലുള്ള ആ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താ? ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് എനിക്കറിയില്ല. തവിൽ. തവില് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസം. അത് ഭയങ്കര റിതമിക്ക, മുറുകും, താളം മുറുകും. അപ്പൊ എങ്ങനെ തരികിടത്തക്ക 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 അങ്ങനെ പോരട്ടെ പോരട്ടെ. എന്ത് രസം അത് കേൾക്കാനല്ലേ. ഉന്മേഷം വരും അത് കേൾക്കുമ്പോഴത്തേക്ക്. അതാണ്, ഒരു ഉന്മേഷം വരുന്നു, ഒരു അപ്പോഴത്തേക്ക് തകർത്ത് നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നും അല്ലെ? ആ ഇൻസ്ട്രുമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. അത് കൊണ്ടുവരുന്ന ഒരു റെസൊണൻസ് നമുക്ക് അൺബിലീവബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാടുമ്പോ കുറച്ചുകൂടെ റിതമിക്കായിട്ട് പാടണ്ടേ? അപ്പൊ ആ ഋതം ഒന്ന് വായിച്ചേ. തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ ഒരു സെക്കൻഡ്. ഇപ്പൊ മോൻ പാടുന്നത് കുറച്ചുകൂടെ മെലോഡീസ് ആണ്. തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ, അങ്ങനെയല്ലേ? അത് കുറച്ചുകൂടെ റിതമിക്കാണ്. ഓപ്പൺ ആയിട്ട് കുറച്ചുകൂടി. തങ്കമയിൽ 1 2 3 4. തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം. അതാണ് അവസാനം വരുമ്പോഴത്തേക്കും തരികിടത്തക്ക തരികിടത്തക്ക വായിക്കില്ലേ? അത് വായിച്ചേ. അപ്പൊ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടണം. 1 2 3 4. തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം. അപ്പൊ ഒന്ന് ഒരു പെരുക്ക് വരും. ഈ പാട്ടിന് ഒരു പെരുക്ക് വേണം കേട്ടോ. അപ്പൊ ഈ പാട്ടില് ഇതാണ് പറയാനുള്ളത്. പിന്നെ അഭിരാമി എന്ന് പാടില്ലേ? അന്നം പോൽ നടന്നു പോകും, അത് പാടുവോ? അന്നം പോൽ നടന്നു പോകും അഭിരാമി നിന്റെ. അത് ശ്രുതി ചേർത്തതോ എന്തോ ഒരു പ്രശ്നം അവിടെ. അഭിരാമി ശ്രുതി ചേർന്നില്ലായിരുന്നു. ശ്രുതി ചേർന്നില്ല. ഞാൻ കണ്ടുവല്ലോ എന്ന് പാടിയത് വളരെ നന്നായിരുന്നു. കാഞ്ചീപുരം സാരി ചുറ്റി, അത് ഒരു പ്രാവശ്യം നന്നായിരുന്നു. 2 പ്രാവശ്യം പാടിയോ കാഞ്ചീപുരം? അതിൽ ഒരു പ്രാവശ്യം നന്നായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. റിജ്വൽ കുട്ടാ, എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. താങ്ക് യു. മിടുക്കനായിട്ട് പാടി. നല്ല എനർജി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ആ ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു പവർ ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല നല്ല രസമുണ്ട്. എനിക്ക് മൊത്തത്തിൽ ആ വിസ്താരയും ആ തവിലും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിൽ പോയില്ലേ, കോയമ്പത്തൂരേക്ക് പോകുന്ന വഴി അതിങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഇങ്ങനെ ഓർമ്മ വന്നു എനിക്ക്, ട്രെയിനിൽ പോകുന്നത്. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു പുറകിൽ കാണാൻ വേണ്ടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഓവറോൾ ഈ പറഞ്ഞ പോലെ ശ്രുതിയാണ് ചെറിയൊരു പ്രശ്നം തോന്നിയത്. പിന്നെ റിജ്വൽ കുട്ടൻ ആ ബ്രെത്ത് കിട്ടാണ്ടാവുമ്പോൾ പാട്ട് മെല്ലെ വലിഞ്ഞു പോണു, സ്ലോ ആയി പോകുന്നു. അത് എസ്പെഷ്യലി എവിടെയാ തോന്നിയത് എന്ന് പറഞ്ഞാൽ ആ തുണ്ടുപല്ലവി സ്റ്റാർട്ട് ചെയ്യില്ലേ, നമ്മൾ അനുപല്ലവി പാടിക്കഴിഞ്ഞ് പിന്നെ പല്ലവിയിലേക്ക് തുടങ്ങിയപ്പോൾ അത് സ്റ്റാർട്ട് തൈപ്പോയ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി വന്നു കേട്ടോ. അവിടെയൊക്കെയാണ് റിജ്വൽ കുട്ടൻ്റെ ബ്രെത്ത് കുറച്ച് കിട്ടാത്ത കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്കല്ലേ റിജ്വൽ കുട്ട? ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 out of 100. താങ്ക് യു. കാണാത്ത കഥകളി തൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ. കണ്ണിനാൽ കല്ലെറിയും കാമസിനെ നിന്നഴകിൻ. കാണാത്ത കഥകളി തൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ. കരളിലെ മതിലകത്തു പമ്പമേളം, പിന്നെ കല്യാണ പന്തലിലെ തകിലുമേ. റിജ്വൽ കുട്ട
ഇനി നമുക്ക് ഈ മാർക്ക് മതിയോ? പോരാ. പോരാ, ഇനിയും കൂടുതൽ വാങ്ങണം അല്ലേ? മഴയൊക്കെ വീഴിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓർക്കണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. MJ അങ്കിൾ, Yeah. വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്. ഒരു സന്തോഷം വരുന്നില്ലേ? ശിവകാമി. അതെ, വേറൊരു പേര് വരാൻ പോവാണ്. ശിവകാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശിവകാമി ഓൺ സ്റ്റേജ്. ഇതെന്താണ് ഓരോ ദിവസം ഓരോ വെറൈറ്റി അടിപൊളി ഡ്രസ്സുകളാ. വേറെ വേറെ ട്രെൻഡ് ഉടുപ്പുകളാ. സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും മേടിച്ചെന്നാണോ? ആണോ? ആരാ? ആറ്റിങ്ങിലുള്ള ഒരു ഉഷ ടീച്ചറും ജയചന്ദ്ര സാറും കൂടെ മേടിച്ചു കൊടുത്തതാണ്. ആണോ? അയ്യോ. ഉഗ്രനായിട്ടില്ല. വേറെ ഒരു വേറെ ഒരു ജയചന്ദ്രൻ സാർ. നമ്മുടെ Yes. ശിവകാമി കുഞ്ഞിനെ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അറിഞ്ഞൂടെങ്കിലേ ശിവകാമി കുഞ്ഞ് ഒന്നും പറയില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തലചരിക്കും. തലയിങ്ങനെ അറിഞ്ഞൂടാ. ഇങ്ങനെ നിൽക്കും. അതെ 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 അതെ. പാടാൻ റെഡി ആയി വന്നിരിക്കട്ടോ അതുകൊണ്ടാ ശിവകാമി ഇങ്ങനെ- കുട്ടി. അതാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഒരൊറ്റ വാക്ക് പോലും സംസാരിച്ചു വരുന്നത് ഞാൻ പാടാൻ പോകണമെന്നാണ്. യെസ്. അപ്പൊ ഏത് പാട്ട്? ഗോവർദ്ധനഗിരി. അതാണ്, വെറുതെ ഒന്നല്ല. എന്തൊരു പാട്ടാണ്. നമ്മുടെ കുഞ്ഞ് മിക്കവാറും കൃഷ്ണന്റെ പാട്ടുകളാണ് ഇവിടെ പാടുന്നത് കേട്ടോ. കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വരുന്നുണ്ടല്ലേ? അതാണ്. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. സിനിമ മറുനാട്ടിലൊരു മലയാളി. ആ. സംഗീതം ദക്ഷിണാമൂർത്തി സാറ്. വരികൾ ശ്രീകുമാരൻ തമ്പി സാറ്. വർഷം 1971. പാടിയത് ജാനകിയമ്മ. വെരി ഗുഡ്. ഓക്കേ. ഈ സാറ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും തിരുവനന്തപുരം വരും കേട്ടോ. കൊള്ളാം. പാട്ട് കേൾക്കാം അല്ലേ നമുക്ക്? പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. താങ്ക് യു. ഗോവർദ്ധനഗിരി
വെരി ഗുഡ് വെരി ഗുഡ് മോളെ. ശിവകാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി കേട്ടോ. ശിവകാമിക്കുട്ടിയുടെ ഈ പ്രായം വെച്ച് നോക്കുമ്പോഴും പിന്നെ ഈ ചാരുകേശി രാഗം അത് പഠിച്ചിട്ടില്ലല്ലോ, ഈ പാട്ട് കേട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നിട്ട് ഇത്ര നന്നായി പാടിയെങ്കിൽ നിസ്സാരക്കാരിയല്ല ശിവകാമിക്കുട്ടി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ആകെ എനിക്കൊരു പ്രശ്നം തോന്നിയത് സാഗര ചുംബനമായിട്ട് തുടങ്ങിയില്ലേ അനുപല്ലവി, അത് തുടങ്ങിയപ്പോൾ ശ്രുതി ഇത്തിരി കൺഫ്യൂഷനിലായി പോയി. അതാണ് എനിക്ക് തോന്നിയത്. ഗോവർദ്ധന കുറച്ചും കൂടി ഒന്ന് അതിന് അക്ഷരത്തിന് കുറച്ചും കൂടി പാടി. ഗോവർദ്ധനഗിരി. ഓക്കെ, യെസ്, അതൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാം എനിക്ക് ഇഷ്ടമായി, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. നമ്മുടെ കുഞ്ഞിന്റെ, ശിവകാമി കുഞ്ഞിന്റെ ഏറ്റവും വലിയ വജ്രായുധം എന്താണെന്നറിയാമോ? സീക്രട്ട് വെപ്പൺ. ദേ കഴുത്തി കിടക്കണോ? അത് മനസ്സിലാണ് കിടക്കുന്നത്. എന്താ വെച്ചാൽ ഒബ്സർവേഷനാണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ കുഞ്ഞ് ഇത്രയും ഈ പൊടിടപ്പി പോലെ ഇരിക്കുമെങ്കിലും ചുന്ദരിയാണെങ്കിലും ഈ കുഞ്ഞല്ലേ. അപ്പൊ കുഞ്ഞിന് ഒബ്സർവേഷനാണ്. ഏത്, എങ്ങനെ, എപ്പോ, ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ഓരോ നോട്ടും അവതരിപ്പിക്കണം. അതിനെപ്പറ്റി വളരെയധികം ഒബ്സർവേഷൻ ഉണ്ട്. അത് സൈലന്റ് ഒബ്സർവേഷനാണ്. നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിനെ. അത് മിണ്ടാതിരുന്ന് എല്ലാം ഇങ്ങനെ പകർത്തി എടുത്ത് ആ പകർനാട്ടമാണ് പെർഫോമൻസ് ആയിട്ട് എപ്പോഴും നമ്മുടെ ശിവകാമി കുഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പൊ ശിവകാമി കുഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വയം അനുഭവിച്ചാലേ അനുഭവിപ്പിക്കാൻ പറ്റും. അത് പാട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വയം അനുഭവിക്കുന്നു, എന്നിട്ട് അത് അനുഭവിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഗംഭീരാണ്, അങ്കിളിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് ഈ കുഞ്ഞിന്റെ വലിയ പ്രത്യേകതയാണ്. അപ്പൊ ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ ജയിക്കാനുള്ള ഒരു സംഭവമാണോ? അല്ല, എൻ്റെ കാഴ്ചയിൽ അത് സ്വയം കണ്ടെത്താനുള്ള ഒരു കാഴ്ചയാണ്. ഓരോ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ സ്വയം കണ്ടെത്തും. അപ്പോൾ അവിടെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഹിറ്റാക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ കണ്ടെത്തുന്നു ഏത് ജനസിലുള്ള. അപ്പോൾ അതുപോലെയാണ് മോളും അത് കണ്ടെത്തുകയാണ്, സ്വയം ഇങ്ങനെ കണ്ടെത്തുകയാണ്. നമുക്ക് ഓരോ പെർഫോമൻസിലും മീനുട്ടാ നമുക്ക് ശിവകാമി കുഞ്ഞിനെ, ഒരു പുതിയ ശിവകാമി കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞ് ഈ പ്രായത്തിലും ഇതൊന്നും അറിയാതെ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വർഷത്തിലുള്ള ജീവിതത്തിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ഈ കുഞ്ഞ് ഇപ്പോഴേ അത് മനസ്സിലാക്കുന്നു. കുഞ്ഞിന്റെ വയസ്സിൽ ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇതിന്റെ ഒരു 10% പോലും ഞാൻ പാടുകയോ പാട്ടിനെ പറ്റി അറിയുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശിവകാമി കുഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്ക് എവിടെ എത്തേണ്ട ആളാണ്, തീർച്ചയായിട്ടും ആ ഭാഗ്യവും ബ്ലെസ്സിങ്ങും കൂടെ വരും. അപ്പോഴത്തേക്ക് അങ്ങനെ എത്തും, അത് സംശയമില്ല. അതുകൊണ്ട് ഈ പാട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സാഗര പോലെ തന്നെ ചിന്താ മലരുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ മാമക ഹൃദയം, ഇങ്ങനെയുള്ള ചില സ്ലിപ്പുകളുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കൊണ്ടുവരാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം രാമായണക്കാറ്റെ പാടിയപ്പോഴും ആ മേളിലുള്ള ഹയർ ഒക്ടേവ്സിലുള്ള ആ റേഞ്ചിലുള്ള ആ വോയിസ് വളരെ സ്വീറ്റ് ആണ്. അതിൽ സ്ട്രെയിൻ ഇല്ല, പാടുമ്പോ സ്ട്രെയിൻ ഇല്ല, അത് ഈസി ഗോയിങ് ആണ്. അത് ഭയങ്കര രസമായിട്ടുള്ള കാര്യം. അപ്പൊ ആ നോട്ട്സ് അവിടെ നന്നായിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. നമ്മളിങ്ങനെ വിളിക്കുന്നു ഇവിടെ നമ്മളുണ്ടേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു ഫീലാണ്. അതൊക്കെ ഗംഭീരമാണ് ശിവകാമി കുഞ്ഞ്. അപ്പൊ ഗ്രാൻഡ് കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 1-2 പെർഫോമൻസ് എന്തൊക്കെയോ ടെൻഷൻ, വയ്യായിക, ഇതൊക്കെ കാരണം എന്തോ അത്രയും നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല, കുറച്ചൊരു ലോ ആയി. ഇപ്പൊ ഉഷാർ, ചെറിയ ഉഷാറല്ല, വലിയ ഉഷാറായിട്ടുണ്ട്. സുഭാഷ്. ശിവകാമി കുഞ്ഞേ, എനിക്ക് ആ ചിരി എന്ത് ഇഷ്ടാന്നറിയോ? ആ ചിരി എപ്പോഴും ഉണ്ടാവണം കേട്ടോ മുഖത്ത്. എനിക്കത് മാത്രമേ ഉള്ളൂ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി. ഞാനും ആലോചിക്കായിരുന്നു, ഇത്രയും ടഫായിട്ടുള്ള ഒരു പാട്ട് ശിവകാമി കുട്ടി എങ്ങനെ പാടും എന്ന് ആലോചിക്കായിരുന്നു. പക്ഷെ എനിക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നന്നായിട്ട് പാടും എന്നുള്ളത് ഒരു ഉറപ്പുണ്ട്. ശിവകാമി കുട്ടി മുന്നേ പാടിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ഈ പാട്ട് എന്തായാലും ശിവകാമി കുട്ടിയുടെ കയ്യിൽ അത് സേഫ് ആണെന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഇരുന്ന് കേട്ടു. ഞാൻ കേട്ടപ്പോ അടിപൊളിയായിട്ട് പാടിയേക്കുന്നു, മിടുക്കിയായി പാടി കേട്ടോ. ആ ഗോവർദ്ധനഗിരി, ആ നോട്ട്സ് ശിവകാമി കുട്ടിയുടെ ആ ശബ്ദത്തിൽ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി. ആ ഹയർ രജിസ്റ്ററിൽ ക്രിസ്റ്റൽ ക്ലിയർ ആവും ശബ്ദം. അത് ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായി പാടി. നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്, നല്ല കോൺഫിഡൻസ്, നല്ല ശബ്ദം. ഓൾ ദി ബെസ്റ്റ്. മധോകൾ, ഈ മൂവിയിൽ തന്നെ വേറൊരു നല്ല പാട്ടില്ലേ,
ഉണ്ട്, നല്ലൊരു പാട്ടാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് ദാസേട്ടനും പാടിത്തരോ? ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് അതന്നെ അല്ലേ? അതെ. മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാദത്തൊടും ഭൂമി നവരാത്രിയിൽ. മനസ്സിലുണരു ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി. മനസ്സിലുണരു ഉഷസന്ധ്യയാ. താങ്ക് യു മാധവ് അങ്കിൾ. താങ്ക് യു. ശിവകാമിക്കുട്ടി, എന്താ എത്ര മാർക്ക് വേണം ഇന്ന്? ഇത്രയെങ്കിലും മതി. എത്രയെങ്കിലും മതിയോ? മതി. ആ എത്രയെങ്കിലും ഒരു മാർക്ക് പറഞ്ഞു. ഏകദേശം നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് എത്ര മാർക്ക്? 65 ആണോ? 55 തരാം. മതിയോ? മതിയോ? അത് വലിയ താല്പര്യമില്ലായിരുന്നു ചേച്ചി. എന്നാ പോട്ടെ, 75 ആയിക്കോട്ടെ. താല്പര്യമില്ല. 85 85 ഇല്ല. അതും പറ്റില്ല. 95 എന്നാ ഞാൻ ഒരു മാർക്ക് പറയട്ടെ. It is going to be 99 out of 100 for ശിവകാമിക്കുട്ടി today. ശിവകാമിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി, ഓ വെൽക്കം. ശിവകാമിക്കുട്ടിന്റെ കിടിലൻ ഉടുപ്പുകളുടെ കൂടെ ഒരു ഉടുപ്പും കൂടെ, ഒരു കിടിലൻ ഉടുപ്പും കൂടെ. ഒരു പൊന്തുവൽ കൂടി. ഒരു പൊന്തുവൽ. ബോക്സിന്റെ ഒരു ഉടുപ്പാണ്. ഒരു ഉടുപ്പ് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു ഹരി ചേച്ചി. താങ്ക് യു ശിവകാമിക്കുട്ടി. ബൈ ബൈ. തോഴി